ഹായ് ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ തൊട്ടേ നല്ല മഴയാണ് കേട്ടോ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഈ മഴയുടെ സൗണ്ടും കേട്ടാണ് എണീറ്റത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു മടിയില്ല എന്ന് ഞാൻ പറയുന്നില്ല, നല്ല മടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ രാവിലെ 5 മണിക്ക് തന്നെ അലാറം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പം 5 മണിക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ കറണ്ടില്ല. പിന്നെ നമുക്ക് സ്വാഭാവികമായിട്ടും എഴുന്നേൽക്കാനൊരു തോന്നായികയുണ്ടാവുമല്ലോ. അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം കൂടെ കിടന്നു. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയി എഴുന്നേൽക്കുമ്പോൾ. ഇന്ന് ഫുൾ ഡേ മഴയായിരുന്നു കേട്ടോ. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാത്രിയാണ്, സമയം 10 മണിയാവാറായി. ഇപ്പോഴും നല്ല മഴയാണ് ഇവിടെയൊക്കെ. ഇന്ന് നമ്മുടെ ലാബ് അസിസ്റ്റൻറ്റിൻ്റെ പ്രിപ്പറേഷൻ്റെ 2ാമത്തെ ഡേ ആണ്. അതിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024, പിന്നെ മാത്സിലെ ഫ്രാക്ഷൻ ആൻഡ് ഡെസിമൽ നമ്പേഴ്സും, ഇംഗ്ലീഷ് ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ച്, മലയാളം വാക്യശുദ്ധി, പിന്നെ ഹിസ്റ്ററി 2 ദിവസം കൊണ്ട് കേരളത്തിൻ്റെ കംപ്ലീറ്റ് ആക്കാനാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നലെ കേരളത്തിൻ്റെ പകുതി എന്ന് പറയുമ്പോൾ നമ്മളിപ്പം റാങ്ക് ഫയൽ എടുക്കുകയാണെങ്കിൽ ഫുൾ കേരള ഹിസ്റ്ററി അല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമാണ് ഞാൻ നോക്കുന്നത്. അതിനുള്ള സമയമല്ലേ നമുക്കിപ്പോൾ ഉള്ളൂ. അപ്പോൾ കേരളത്തിൻ്റെ ഹിസ്റ്ററി 2 ഡേയ്സ് കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയത്. അപ്പോൾ ഇന്നലെയും ഇന്നും കൂടെ ആയിട്ട് അത്യാവശ്യം ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ ഞാൻ ഏകദേശം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇന്നത്തെ ടൈം ടേബിൾ പ്രകാരം പഠിച്ചത്. അപ്പോൾ അതിൽ കുറേ മാത്സ് പഠിച്ചതും അതുപോലെ തന്നെ മലയാളത്തിൻ്റെ വാക്യശുദ്ധീൻ്റെ പഠിച്ചതൊന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടില്ല. കാരണം ആ സമയത്തൊന്നും കറണ്ട് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ഉള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറണ്ട് അഫയേഴ്സ് ഫെബ്രുവരി 2024 ആയിരുന്നു. അതും ഇന്ന് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇംഗ്ലീഷിൻ്റെ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് സ്പീച്ചിൽ എൻ്റെ നോട്ട്ബുക്കിൽ ഞാൻ എഴുതി വെച്ചിട്ടുള്ള പോയിൻറ്റ്സ് കൂടാണ്ട് ഫോണിൽ നോക്കിയിട്ട് കുറേ PYQ കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാടൊന്നും നോക്കിയിട്ടില്ല, അത്യാവശ്യം ചോദിച്ചിരിക്കുന്ന PYQ ക്വസ്റ്റ്യൻസൊക്കെ കൂടെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ മലയാളത്തിൻ്റെ വാക്യശുദ്ധിയും ഞാൻ PYQ ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും നോക്കിയത്. അതായത് ഫോണിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്തിട്ട് PYQ ക്വസ്റ്റ്യൻസ് വാക്യശുദ്ധി എന്നടിച്ചു കൊടുത്തിട്ട് അങ്ങനെയാണ് അതിലെ ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടാണ് പഠിച്ചത്. പിന്നെ എൻ്റെ കയ്യിലുള്ള ഞാൻ പണ്ട് ക്ലാസ്സിന് പോയ സമയത്തുള്ള നോട്ട്ബുക്ക് ഉണ്ടായിരുന്നു. അതിൽ കുറച്ച് പോയിൻറ്റ്സ് കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. കൂടുതലും ഞാൻ PYQ തന്നെയാണ് വാക്യശുദ്ധിയൊക്കെ നോക്കിയിട്ടുള്ളത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. ഇത് ഞാൻ ഏതോ ഒരു എക്സാമിന് വേണ്ടിയിട്ട് കറണ്ട് അഫയേഴ്സ് 2024 ഫെബ്രുവരി ഓൾറെഡി നോട്ടിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വായിച്ചു പോവുകയാണ് ആദ്യം ചെയ്തത്. പിന്നീട് അത് വീണ്ടും 2ാമത് റിപ്പീറ്റ് ചെയ്ത് വായിച്ചു. അങ്ങനെയാണ് കറണ്ട് അഫയേഴ്സ് കൂടുതലും പഠിക്കാറ്. പിന്നെ കൂടുതലും ഫോണിലൊക്കെ കേട്ടിട്ടാണ് കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ ശ്രമിക്കാറ്. അത് കുറച്ചുകൂടെ യൂസ്ഫുൾ ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇതൊക്കെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്